നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 404. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധത്തിൽ 22-ാം അധ്യായം ശ്ലോകം 15 മുതൽക്കാണെന്ന് പറയുന്നത്. 15 തദഹം കൃതവിശ്രംഭ സുഹൃദോ വസ്തവസ്വിനാം സംപൃച്ഛേ ഭവയേതസ്മിൻ ക്ഷേമകേനാഞ്ച സാ ഭവേത്. ഇതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത്, അതുകൊണ്ട് വിശ്വാസത്തോടുകൂടിയ ഞാൻ ദുഃഖികളുടെ സുഹൃത്തുക്കളായിരിക്കുന്ന നിങ്ങളോട് ഈ സംസാരത്തിൽ ആയാസം കൂടാതെ, അതായത് പ്രയാസമില്ലാതെ കണ്ടെന്നർത്ഥം, ആയാസം കൂടാതെ ക്ഷേമം എന്തുകൊണ്ട് സംഭവിക്കും എന്ന് ആദരപൂർവം ചോദിക്കുന്നു എന്നാണ്. യെസ്, ഇറ്റ് ഈസ് പോസിബിൾ ഇൻ ദി വെരി പ്രസന്റ് ജന്മ, അങ്ങനെ പറയണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. നിങ്ങൾ ആത്മാനന്ദത്തിൽ രമിക്കുന്നവരായതുകൊണ്ട് ലോകത്തിൽ ദുഃഖിതന്മാരായവരുടെ സുഹൃത്തുക്കളാണല്ലോ. അതാണ് നമ്മുടെ ഡ്യൂട്ടിയാണ്, ദുഃഖിതന്മാരെ ആനന്ദിപ്പിക്കാൻ പരിശ്രമം ചെയ്യുക. ഈ സംസാരത്തിൽ അകപ്പെട്ടിരിക്കുന്നവർ ഏതുവിധം പ്രവർത്തിച്ചാൽ ആയാസം കൂടാതെ ക്ഷേമത്തെ പ്രാപിക്കും എന്ന സംഗതിയെക്കുറിച്ച് നിങ്ങളോട് വിശ്വാസപൂർവം ചോദിച്ചുകൊള്ളുന്നു എന്നാണ് അതിന് ഭാവാർത്ഥം പറയാം. ഇനി ശ്ലോകം 16 വ്യക്തം ആത്മവതാം ആത്മാ ഭഗവാൻ ആത്മഭാവന സ്വാനാഹം അനുഗ്രഹായേ മാം സിദ്ധരൂപീ ചരത്യജ. സിദ്ധരൂപിയായിട്ട് ചരിക്കും എന്നാണ് പറഞ്ഞത്. എങ്ങനെ? ആത്മവസ്തുക്കളുടെ ആത്മാവായും ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നവനുമായിരിക്കുന്ന ഭഗവാൻ, ജന്മരഹിതനായ ഈശ്വരൻ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി സിദ്ധരൂപത്തെ ധരിച്ചവനായിട്ട് സ്പഷ്ടമായിട്ട് തന്നെ ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്നു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ദുഃഖിതന്മാരുടെ സുഹൃത്തുക്കളാണെന്ന് നിശ്ചയിച്ചത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ സാക്ഷാൽ ഭഗവാന്റെ അവതാരമൂർത്തികളാകുന്നു. ആര്? ഈ സനൽകുമാരന്മാർ. ഭഗവാൻ തന്നെ സേവ്യനെന്ന് സർവാത്മന നിശ്ചയിച്ചിരിക്കുന്നവർക്ക് ആത്മസ്വരൂപത്തെ കാട്ടിക്കൊടുക്കുന്നവനും പ്രാകൃതന്മാരെ പോലെ ജന്മാദി വികാരങ്ങൾ ഇല്ലാത്തവനുമായ ശ്രീ ഭഗവാൻ തന്നെ സിദ്ധന്മാരായ നിങ്ങളുടെ സ്വരൂപത്തോടുകൂടെ സ്വജനാനുഗ്രഹത്തിനു വേണ്ടി, ഭഗവാന്റെ സ്വജനം എന്ന് പറഞ്ഞ അർത്ഥം ഭഗവാന്റെ സ്വജനം, ഭക്തന്മാരാണ് സ്വജനം. അതുകൊണ്ടാണ് വെള്ളിവായിട്ട് ഈ ഭൂമിയിൽ സഞ്ചരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. മൈത്രേയ വാചാം. അപ്പോൾ 17-ാമത്തെ ശ്ലോകത്തിൽ മൈത്രേയർ പറയണു, പൃഥോസ്ഥൽ സൂക്തമാകർണ്യ സാരം സുഷ്ടുമിതം മധു സ്മയമാനൈവ പ്രീത്യ കുമാര പ്രത്യുവാചഹാം. എന്താ പറയാ? ന്യായമായും ഗംഭീര അർത്ഥമുള്ളതായും അക്ഷരാധിക്യമില്ലാത്തതായും ശ്രവണ സുഖാവഹമായിരിക്കുന്ന പൃഥുവിൻ്റെ ആ ശോഭന വചനത്തെ കേട്ടിട്ട് പുഞ്ചിരി ചെയ്യുന്നവനെന്ന പോലെ പ്രീതിയോടുകൂടെ കുമാരൻ, അതായത് സനത് കുമാരൻ മറുപടി പറഞ്ഞു. മൈത്രേയർ പറഞ്ഞു. ആ മറുപടി എന്താണ് പറഞ്ഞത്? അതാണ് ബാക്ക്ഗ്രൗണ്ട്. ന്യായമാർഗത്തിൽ നിന്ന് തെറ്റാതിരിക്കുന്നതും ഗംഭീരമായ അർത്ഥമടങ്ങിയതും അല്പാക്ഷരങ്ങളോടുകൂടിയതുമായ പൃഥുവിൻ്റെ
ശ്രോത്രാനന്ദകരമായ ശോഭനം കേട്ടിട്ട് സന്തോഷത്തോടുകൂടെ സനൽകുമാരൻ മന്ദഹാസം ചെയ്യുന്ന മട്ടിൽ മറുപടി പറഞ്ഞു എന്നാണ് പറഞ്ഞത്. സനൽകുമാര ഉവാച 18 സാധുപൃഷ്ടം മഹാരാജ സർവഭൂതഹിതാത്മന ഭവതാ വിദുഷാ ച അഭി സാധൂനാം മതിരീദൃശി. അവിടെ വാക്കാർത്ഥം പറഞ്ഞെന്താ? മഹാരാജാവേ, സർവഭൂതങ്ങളുടെ ഹിതത്തിൽ മനസ്സോടുകൂടിയ അങ്ങയാൽ അറിഞ്ഞിരുന്നിട്ടും കൂടെ ചോദിക്കപ്പെട്ടത് ശോഭനം സാധുക്കളുടെ ബുദ്ധി ഇപ്രകാരമാകുന്നു എന്നൊക്കെ പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. സനൽകുമാരൻ പറഞ്ഞു, ഇത് മുതൽ 23 ശ്ലോകം 18 മുതൽക്ക് 18, 10, 28, 36 വരെ എന്നർത്ഥം. ഇത് മുതൽ 23 വേണ്ടേ? അപ്പോൾ പിന്നെ 18, 10, 28, 10, 38, 38, 3, 36 നിൽക്കും. ഇത് മുതൽ 23 ശ്ലോകം കൊണ്ട് ഉത്തരം പറയുന്നു. ഹേ മഹാരാജാവേ, അങ്ങയുടെ ഈ ചോദ്യം ശോഭനം തന്നെ. സംസാരത്തിൽ നിന്ന് മോചിപ്പാനുള്ള മാർഗം അങ്ങ് അറിഞ്ഞു തന്നെ ഇരിക്കുന്നുവെങ്കിലും സർവപ്രാണികൾക്കും ഹിതം ഭവിക്കണമെന്നുള്ള വിചാരത്താൽ ആ മാർഗത്തിൽ ജനവിശ്വാസം ഭവിക്കത്തക്ക വിധം ഉറപ്പിക്കാൻ വേണ്ടി ഞങ്ങളോട് ഈ സമയം ചോദിക്കുന്നതാകുന്നു. ഇത് ആശ്ചര്യമല്ല. സാധുക്കളുടെ വിചാരം എപ്പോഴും ഹിതത്തെ സാധിക്കണമെന്ന് തന്നെയാണ് എന്ന് പറഞ്ഞു. ഇനി 19ാമത്തെ ശ്ലോകം പറയുന്നു. 19ാമത്തെ ശ്ലോകം. സംഗമേഖലു സാധൂനാം ഉഭയേഷാം ച സത്തമാ യൽ സംഭാഷണ സംപ്രശ്ന സർവേഷാം വിദനോദിശാം. സാധുക്കളുടെ ചേർച്ച രണ്ടു പേർക്കും സമ്മതം തന്നെ. ആ സംഭാഷണ സ്പർശ പ്രശ്നം, യാതൊരുത്തരുടെ സംഭാഷണപൂർവകമായ ചോദ്യം സർവേഷാം എല്ലാ പേരും സുഖത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ നമുക്കിനി അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ ശരിയാവും. ഞങ്ങളോടുകൂടെ ചേർച്ച അങ്ങയ്ക്കെന്ന പോലെ ഞങ്ങൾക്കും അങ്ങയുടെ സംഗത്വം സന്തോഷ ഹേതുകമായിരിക്കുമെന്ന് എന്നുള്ള അഭിപ്രായത്തോടുകൂടെ പറയുന്നു. അവർക്ക് തമ്മിൽ നടക്കുന്ന സംഭാഷണങ്ങളും ചോദ്യോത്തരങ്ങളും കേൾക്കുന്നവർക്കും ശ്രേയസ്കരമായി ഭവിക്കുന്നു. അങ്ങനെയാണ് വേണ്ടപ്പോൾ ചെയ്താൽ അത് എന്താണെന്ന് പറയുക, സമൂഹത്തിന് ഉള്ളൊരു ഉപകാരമായിട്ട് മാറും. ഇനി 20ാമത്തെ ശ്ലോകം നോക്കുക. ആസ്തിവ്യേ രാജൻ ഭവതോ മധുഷിത പാദാരവിന്ദശ ഗുണാനുവാദനേ രതിർദുരാഭാ വിനോദിയൈ നൈഷ്ടിഹി കാമം കഷായം മലയാം അന്തരാത്മന. അപ്പം അതിൻ്റെ വാക്കാർത്ഥം എങ്ങനെയാണ്? ഹേ രാജാവേ, അങ്ങക്ക് വിഷ്ണുവിൻ്റെ അരവിന്ദം പോലെ ഇരിക്കുന്ന പാദത്തിൻ്റെ ഗുണങ്ങളെ അനുവദിക്കുന്നതിൽ കിട്ടാൻ പ്രയാസമുള്ള അതിതാൽപര്യം സ്ഥിരമായിട്ട് അസ്ഥി, അത് അസ്ഥിയേവ ഉണ്ട് നിശ്ചയം. യാതൊന്ന് അന്ധകരണത്തിൻ്റെ കഷായ രൂപമായ മലത്തെ ഏറ്റവും നശിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം
എന്താ, രാജാവിൻ്റെ ചോദ്യത്തെയും സംഗമത്തെയും അഭിനന്ദിച്ച ശേഷം ഭഗവത് ഭക്തിയെക്കുറിച്ച് അഭിനന്ദിച്ചു. പറയുന്നു, ഹേ രാജൻ, സകല ദോഷങ്ങളെയും തീർത്ത് ഭക്തന്മാരെ പാലിക്കുന്ന ശ്രീഹരിയുടെ പാതാരവിന്ദത്തിൽ പരാക്രമാദി ഗുണങ്ങളെ വർണ്ണിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ അങ്ങയ്ക്ക് സ്ഥിരമായ രതി ഉണ്ടാവുന്നത് ഭഗവാന്റെ അനുഗ്രഹം മാത്രമാണ്. അത് ഭഗവത് അനുഗ്രഹം അല്ലാത്തവർക്ക് ലഭിക്കുന്നതല്ല. അത് രണ്ടായി കഴിഞ്ഞാൽ സംസാരാദി വിനോദങ്ങളാവുന്ന ദോഷത്തെ മൂലമന്ത്രത്തിൽ നശിപ്പിക്കും. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതിനാൽ പുരുഷൻ മോക്ഷാർഹനായി ഭവിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു ആശ്വാസം. ഇനി രണ്ടാമത്തെ ശ്ലോകം. ശാസ്ത്രേഷു യാന്യേവ സുനിശ്ചിതോ നൃണാം ക്ഷേമസ്യ സത്രം വിമൃശേഷു ഹേതു അസംഗം ആത്മവ്യതിരിക്ത ആത്മനി ദൃഢാസുവ ബ്രഹ്മണി നിർഗുണേചയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പോർഷൻ തുടങ്ങിയ മൈത്രേയ വാച പ്രണോസ്ഥൽ സൂക്തമാകർണ്യ സാരം സുഷ്ടുമീ വിദാം മധു സ്മയമാന ഇവ പ്രീത്യ കുമാര പ്രത്യുവാച. എന്താണ് അതിനർത്ഥം? ന്യായമായും ഗംഭീരമർത്ഥമുള്ളതായും അക്ഷരാധിക്യമില്ലാത്തതായും ശ്രവണസുഖവാഹമായിരിക്കുന്ന പൃഥേ തൻ്റെ സൂക്തം പൃഥുവിൻ്റെ ആ ശോഭനവന്ദനത്തെ ആകർണ്യ കേട്ടിട്ട് സ്മയമാന ഈ പുഞ്ചിരി ചെയ്യുന്നവനെന്ന പോലെ പ്രീതിയോടുകൂടെ കുമാരന്മാര്, അതായത് കുമാരരെ പ്രത്യുവാച മറുപടി പറഞ്ഞു എന്നേ പറഞ്ഞുള്ളൂ. ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് നമുക്ക് പറയേണ്ടത്. അതെങ്ങനെയാ? ന്യായമാർഗത്തിൽ നിന്ന് തെറ്റാതിരിക്കുന്നതും ഗംഭീരമായ അർത്ഥമടങ്ങിയതും അല്പാക്ഷരങ്ങളോട് കൂടിയതുമായ പൃഥുവിൽ ശ്രോത്രാനന്ദകരമായ ശോഭനവാക്യം വീട്ടുണ്ട്. സന്തോഷത്തോടുകൂടെ സനൽകുമാരൻ മന്ദഹാസം ചെയ്യുന്ന മട്ടിൽ മറുപടി പറഞ്ഞു എന്ന് പറയണം. സനൽകുമാരാവാചാം സാധുപൃഷ്ടം മഹാരാജ ദുർവഭൂതഹിതാത്മനാം ഭവതാ വിവിധാ പാപി സാധൂനാം മഞ്ജരി സ്മൃതി. എന്താ പറഞ്ഞത്? മഹാരാജ, ഹേ മഹാരാജാവേ, സർവഭൂതങ്ങളുടെ ഹിതത്തിൽ മനസ്സോടുകൂടിയ അങ്ങയാൽ അറിഞ്ഞിരുന്നിട്ടും ചോദിക്കുന്നത് സാധു ചോഷണം, സാധൂനാം മതി. അതായത് സാധുക്കളുടെ ബുദ്ധി ഇപ്രകാരമാകുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം പറയണു. ഇതു മുതൽ 23 ശ്ലോകങ്ങൾ കൊണ്ട് ഉത്തരം പറയുന്നു. ഹേ രാജാവേ, അങ്ങയുടെ ഈ ചോദ്യം ശോഭനം തന്നെ. സംസാരത്തിൽ നിന്ന് മോചിപ്പാനുള്ള മാർഗം അറിഞ്ഞു തന്നെ ഇരിക്കുന്നുവെന്നാൽ ആ മാർഗത്തിൽ
ജനവിശ്വാസം ഭവിക്കാത്തവരും പ്രാകൃതവേഷം ധരിക്കുന്നവരും. അതാണ് ഈ ഭാഗവതം ശരിക്കും പഠിച്ചാൽ രക്ഷപ്പെടാം ചുരുക്കത്തിൽ. അപ്പം രണ്ട് ഭാഗത്തും കനമുള്ള പ്രതലം. അവിടെ എന്തൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്? മൂന്നും. നമസ്കാരം. ശ്ലോകം 19. സംഗമഖലു സാധൂനാം ഉഭയേഷാം ച സമ്മത യൽ സംഭാഷണ സംപ്രശ്നാൻ സർവേഷാം വിദനോദിശം. അതിൻ്റെ വാക്കാർത്ഥം സാധുക്കളുടെ ചേർച്ച രണ്ടുപേർക്കും സമ്മതം തന്നെ. യാതൊരുത്തരുടെ സംഭാഷണപൂർവകമായ ചോദ്യം എല്ലാ പേർക്കും സുഖത്തെ ഉണ്ടാക്കുന്നു. അപ്പോൾ സംവാദത്തിൽ പങ്കെടുത്തവർക്ക് സൗഖ്യത്തെ കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ സംഭാഷണം എന്ത് തന്നെയായാലും ശരി, അത് വിരസത അനുഭവിപ്പിക്കും, ദുഃഖത്തെ അനുഭവിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. ഞങ്ങളോടുണ്ടായ ചേർച്ച അങ്ങയ്ക്കെന്ന പോലെ ഞങ്ങൾക്കും അങ്ങയുടെ സംഗമം സന്തോഷഹേതുകമായിരിക്കുന്നുവെന്നുള്ള അഭിപ്രായത്തോടുകൂടെ പറയുന്നു. സാധുക്കളുടെ ചേർച്ച രണ്ടുപേർക്കും സന്തോഷാവഹം തന്നെ. അവർക്ക് തമ്മിൽ നടക്കുന്ന സംഭാഷണങ്ങളും ചോദ്യോത്തരങ്ങളും കേൾക്കുന്നവർക്കും ശ്രേയസ്കരമായി ഭവിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി 20, 21, 22 ശ്ലോകങ്ങൾ 4 വരി ശ്ലോകങ്ങളാണ്. ശ്രദ്ധിക്കുക. 20ാമത്തെ ശ്ലോകം. അസ്തേവ്യരാജൻ ഭവതോ മധുദ്വിഷ പാദാരവിന്ദസ്യ ഗുണാനുവാദനേ രതിർദുരാഭാഭിനോദിനൈഷ്ഠികി കാമം കഷായം മലമന്ദരാത്മന. എന്താ ഇതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത് നോക്കുക. ഹേ രാജാവേ, അങ്ങയ്ക്ക് മധുദ്വിഷ വിഷ്ണുവിൻ്റെ അരവിന്ദം പോലിരിക്കുന്ന പദത്തിൻ്റെ ഗുണങ്ങളെ അനുവദിക്കുന്നതിൽ കിട്ടാൻ പ്രയാസമുള്ള അതിതാൽപര്യം സ്ഥിരമായിട്ട് ഉണ്ട് നിശ്ചയം. യാതൊന്ന് അന്ധകരണത്തിൻ്റെ കഷായ രൂപമായ മലത്തെ, കഷായം എപ്പോഴും കയ്ക്കുന്നതാണ്, അത് മലം ചളിയാണെന്നാണ് പറഞ്ഞത്, അഴുക്ക്. അപ്പോൾ ആ കഷായ രൂപമായ മലത്തെ ഏറ്റവും നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥം. രാജാവിൻ്റെ ചോദ്യത്തെയും സംഗമത്തെയും അഭിനന്ദിച്ച ശേഷം ഭഗവത് ഭക്തിയെക്കുറിച്ച് അഭിനന്ദിച്ച് പറയുന്നു. ഹേ രാജൻ, സകല ദോഷങ്ങളെയും തീർത്ത് ഭക്തന്മാരെ പരിപാലിക്കുന്ന ശ്രീഹരിയുടെ പാദാരവിന്ദത്തിൻ്റെ പരാക്രമാദി ഗുണങ്ങളെ വർണ്ണിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ അങ്ങയ്ക്ക് സ്ഥിരമായ രതി ഉണ്ടായിരിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹമാകുന്നു. ഞാനിപ്പോൾ ഇതിങ്ങനെ വായിക്കുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ ഇത് രസിക്കാൻ പറ്റുള്ളൂ. ഞാൻ രസിച്ചാലേ എനിക്ക് നിങ്ങളെ രസിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു ചെയിൻ റിയാക്ഷനാണ്. അപ്പോൾ സ്ഥിരമായ രതി ഉണ്ടായിരിക്കുന്നത്, ഈ രതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവ് അർത്ഥമാണ്. ഇവിടെ ചേർച്ച, കളി എന്നൊക്കെയാണ് അർത്ഥം വരിക. അപ്പോൾ ആ ഭഗവത് അനുഗ്രഹം ഇല്ലാത്തവർക്ക് ലഭിക്കുന്നതല്ല. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഹേതുകമായിരിക്കുന്ന അന്ധകരണത്തിലെ രാഗാദിവാസനകളാകുന്ന ദോഷത്തെ മൂലത്തോടുകൂടെ നശിപ്പിക്കും. അതിനാൽ പുരുഷൻ മോക്ഷാർഹനായി ഭവിക്കുന്നു. അപ്പോൾ എപ്പോഴാണ് മോക്ഷം വരുന്നത്? മനസ്സിൽ വാസനാബലം കമ്മിയാവുക, ലൗകികത്തിനെ പറ്റിയിട്ടുള്ള ധാരണ ഇല്ലാതെ കൊണ്ടായ രക്ഷപ്പെട്ടു. അത്രേ പറയുന്നുള്ളൂ. ഇനി 21ാമത്തെ ശ്ലോകം. ശാസ്ത്രേഷുയാനേവ സുനിശ്ചിതോ നൃണാം ക്ഷേമസ്യ സദ്ര്യ വിമൃശേഷു ഹേതു അസംഗ ആത്മവ്യതിരിക്ത ആത്മനി ദൃഢാരതിർ ബ്രഹ്മണി നിർഗുണേ ചയാ. അപ്പോൾ നന്നായി വിചാരിച്ചുറപ്പിച്ചിരിക്കുന്ന ശാസ്ത്രങ്ങളിൽ
മനുഷ്യരുടെ ക്ഷേമത്തിനായിക്കൊണ്ട് ഇതുമാത്രമാകുന്നു കാരണം എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതായത് സന്തോഷത്തിൻ്റെ ഹേതു ഈശ്വരകാരുണ്യാണ്. ഈശ്വരകാരുണ്യം ഇല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവില്ല. പിന്നെ മദ്യം കുടിച്ച് സന്തോഷിക്കുക, ചൂത് കളിച്ചിട്ട് ചീട്ട് കളിച്ചിട്ട് അത് ഇതിൽ പെടുന്നില്ല. അത് ആസുരീയ ചിന്തകളാണ്, രാക്ഷസീയ ചിന്തകളാണ്. അപ്പോൾ ആത്മാവിനെ ഒഴിച്ചുള്ളതിൽ സംഘമില്ലായ്മ. ആത്മാവിൽ സംഘമാവാം, ആത്മാവിനെ ഒഴിച്ചുള്ള ബാക്കി കാര്യത്തിലൊന്നും സംഘം ഉണ്ടാവാൻ പാടില്ല. പ്രാകൃത ഗുണങ്ങളുടെ സംബന്ധമില്ലാത്തതും കൃതമല്ലാത്തത് സർവവ്യാപകവുമായ ആത്മാവിൽ ദൃഢമായ രതി യാതൊന്നോ അത് ഉണ്ടാവും വേണമെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് വരുന്നത്? രാജാവിൻ്റെ ഭഗവത് ഭക്തിയെ അഭിനന്ദിച്ച ശേഷം ചോദ്യത്തിന് ഉത്തരം പറയുന്നു. ഹേ രാജൻ, മനുഷ്യർക്ക് സംസാരത്തിൽ നിന്നുള്ള വിമുക്തി രൂപമായ ക്ഷേമം ലഭിക്കാനുള്ള മാർഗങ്ങളെ ആലോചിച്ചുറപ്പിച്ചിരിക്കുന്ന ശാസ്ത്രങ്ങളിൽ ഈ രണ്ട് സാധനങ്ങളെ മാത്രമാണ് നിഷ്കർഷിച്ച് കാണിക്കുന്നത്. നിഷ്കർഷിക്കുക, ശാസനം ചെയ്തിട്ട് എന്നൊക്കെ പറയാം. എന്നിട്ടോ ആ അണ്ടർലൈൻ ചെയ്യാം. എന്നിട്ട് അതിൽ ഒന്ന്, ആത്മാവിനെ ഒഴിച്ചുള്ള വിഷയങ്ങളിൽ ഒട്ടുപോലും സംഘമില്ലാതിരിക്കുക. മറ്റൊന്നോ പ്രകൃതി ഗുണങ്ങളുടെ സമ്പർക്കമില്ലായ്മ. രജസ് തമസ് ആണ് പ്രധാനം. അത് സമ്പർക്കമില്ലാത്ത സർവത്ര വ്യാപിച്ചിരിക്കുന്ന പരമാത്മാവിൽ ഉറപ്പായ രീതി ഉണ്ടായിരിക്കുക. ഇവ രണ്ടും തന്നെ മോക്ഷസാധനമെന്ന് ശാസ്ത്രം നിശ്ചയിച്ചിരിക്കുന്നു. അപ്പം ഈ ശാസ്ത്രത്തെ നമ്മൾ വിടാൻ പാടില്ല. ഇനി 22ാമത്തെ ശ്ലോകം. സാ ശ്രദ്ധയാ ഭഗവത് ധർമ്മചര്യയാ ജിജ്ഞാസയാ ആധ്യാത്മിക യോഗനിഷ്ഠയാ യോഗേശ്വരോപാസനയാ ച നിത്യം പുണ്യശ്രവ കഥയാ പുണ്യയാ ച. അത് എപ്പോഴും ശ്രദ്ധ കൊണ്ടും ഭഗവാനിൽ സമർപ്പിച്ചതായ സ്വധർമാനുഷ്ഠാനം കൊണ്ടും അറിയണമെന്നുള്ള താല്പര്യം കൊണ്ടും ആത്മാവിനെ സംബന്ധിച്ച യോഗത്തിലുള്ള നിഷ്ഠ കൊണ്ടും യോഗേശ്വരന്മാരുടെ ഉപാസന കൊണ്ടും പുണ്യത്തെ വർദ്ധിപ്പിക്കുന്ന പുണ്യമായ കീർത്തിയോടുകൂടിയ ഈശ്വരൻ്റെ കഥ കൊണ്ടും ഉണ്ടാകുന്നു. അപ്പോൾ സംശയമില്ല, ഈശ്വരാരാധന കൊണ്ട് തന്നെ ഈശ്വര കൃപ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഭാവാർത്ഥം എന്താ? മേൽപ്പറഞ്ഞ അന്തരംഗ സാധനങ്ങൾ രണ്ടും എങ്ങനെ ലഭിക്കുമെന്നതിന് 4 പദ്യം കൊണ്ട് പറയുന്നു. ശാസ്ത്രവും ആചാര്യനും പറയുന്നതിൽ വിശ്വാസം ഉണ്ടായിരിക്കുന്നത് കൊണ്ടും അവരവർക്ക് നിശ്ചയിച്ച ധർമ്മങ്ങളെ ഭഗവാന്റെ ആരാധനാരൂപമായി അനുഷ്ഠിക്കുന്നത് കൊണ്ടും സാധനാരൂപമായിരിക്കുന്ന ഭജനാദികളെ നടത്തേണ്ടതായ വിശേഷ സംഗതികളെ അന്വേഷിച്ചറിയുന്നത് കൊണ്ടും ആത്മാവിൽ തന്നെ മനസ്സിനെ ഉറപ്പിക്കുവാൻ ഉപകരിക്കുന്ന യമനിയമാദികളെ സ്ഥിരതയോടുകൂടെ അഭ്യസിക്കുന്നത് കൊണ്ടും യോഗമാർഗത്തെ ഉറപ്പിച്ചിരിക്കുന്ന കപിലാദികളായ പൂർവാചാര്യന്മാരെ ഉപാസിക്കുന്നത് കൊണ്ടും പുണ്യത്തെ വർദ്ധിപ്പിക്കുവാൻ ശക്തിയോടുകൂടിയ പരിശുദ്ധമായ യശസ്സുള്ള ഭഗവാന്റെ കഥകളെ നിരന്തരം കേൾക്കുന്നത് കൊണ്ടും സദാസേവ്യ വൈരാഗ്യവും ആത്മരതിയും ഉണ്ടായി വരും. ഗ്യാരണ്ടിയാണ് പറഞ്ഞത്. 23ാമത്തെ ശ്ലോകം നോക്കുക. അർത്ഥേന്ദ്രിയാരാമസഗോഷ്ഠ്യതിഷ്ണയാ തത്സമ്മദാനാം അപരിഗ്രഹേണ ച വിവിക്തരുച്യാ പരിദോഷ ആത്മൻ വിനാഹരേർ ഗുണപീയൂഷപാനാൽ. ഹരിയുടെ ഗുണങ്ങളെ അമൃതമായി സ്വീകരിക്കാതെ കണ്ട കാര്യമൊന്നും നമുക്കില്ലാതെ പറഞ്ഞതിൻ്റെ താല്പര്യം. അതായത്
അർത്ഥങ്ങളിലും ഇന്ദ്രിയങ്ങളിലും ഏറ്റവും രമിക്കുന്നവരുടെ സഹവാസത്തിൽ താല്പര്യമില്ലാതെ വരുന്നതുകൊണ്ടും അവർക്ക് സമ്മതങ്ങളായിരിക്കുന്നവരുടെ പരിത്യാഗം കൊണ്ടും ഹരിയുടെ ഗുണങ്ങളാകുന്ന അമൃതത്തിൻ്റെ പാനത്തിൽ രുചിയില്ലെന്ന് വരികിൽ ഏകാന്തത്തിൽ വസിപ്പാനുള്ള താല്പര്യം കൊണ്ടും ആത്മാവിൽ പരിദോഷം സിദ്ധിച്ചിരിക്കുമ്പോഴും നിർത്തിയിട്ടില്ല. അവിടെ ഇങ്ങനെ പോവും അടുത്ത ശ്ലോകത്തേക്ക്. അതിൻ്റെ അർത്ഥം ഭാവാർത്ഥം കേൾക്കുക. അർത്ഥ ആർജനത്തിൻ്റെ താൽപരന്മാരായിരിക്കുന്ന തമോ ഗുണപ്രധാനികളും. അപ്പം കാശ് സമ്പാദിക്കണം എന്ന് മാത്രം വിചാരിക്കുന്നവരാരാ? തമോ ഗുണപ്രധാനികളാണ്. ഇനി അത് വേണോ വേണ്ടേ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അപ്പോൾ പറഞ്ഞു തമോ ഗുണപ്രധാനികളോടും ഇന്ദ്രിയങ്ങളെ ലാളിക്കുന്നതിൽ പരിശ്രമിക്കുന്ന രജോ ഗുണപ്രധാനികളോടും സഹവസിക്കാതെയും, അവരായിട്ട് സഹവാസം പാടില്ല, നമ്മളും കെട്ടുപോകും. അപ്പോൾ സഹവസിക്കാതെയും അവരിഷ്ടപ്പെടുന്ന പദാർത്ഥങ്ങളെ സ്വീകരിക്കാതെയും ഇരിക്കുന്നത് കൊണ്ടും ഭഗവാന്റെ ഗുണങ്ങളാകുന്ന അമൃതത്തിൻ്റെ സേവയിൽ അഭിരുചി ജനിച്ചിട്ടില്ലെന്ന് വരികിൽ, അഭിരുചി ഇല്ലെങ്കിൽ വരികിൽ ഏകാന്തത്തിൽ വസിക്കുന്നത് കൊണ്ടും ആത്മാവിൽ മനസ്സിനെ ഏകാഗ്രതപ്പെടുത്തുന്നത് കൊണ്ടും വിഷയവിരക്തിയും ഭഗവത് ഭക്തിയും ജനിക്കും. കഥാശ്രവണത്തിൽ അഭിരുചിയുള്ള പക്ഷം ഭക്തജനങ്ങളോട് ഒരുമിച്ചിരുന്ന് ഭഗവത് കഥ കേൾക്കുന്നതിനാലും വിരക്തിയും ഭക്തിയും ജനിക്കും എന്ന് സാരം. ഇനി 24-ാമത്തെ ശ്ലോകം നോക്കുക. അഹിംസയാ പാരമഹംസചര്യയാ സ്മൃത്യാ മുകുന്ദാചരിതാഗ്രസീധുനാം യമൈരകാമേ നിയമൈശ്ചാപ്യനിന്ദയാ നിരീഹയാ ദ്വന്ദ്വതിദിക്ഷയാ ച. ഹിംസയെ ഉപേക്ഷിക്കുന്നത് കൊണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിംസ ഉണ്ടാവാൻ പാടില്ല. പിന്നെയോ പരമഹംസന്മാരുടെ സമ്പ്രദായത്തിലുള്ള ജീവിതം കൊണ്ടും സ്മൃതി കൊണ്ടും മുകുന്ദൻ്റെ ചരിതമാകുന്ന ശ്രേഷ്ഠമായ അമൃതത്തിൻ്റെ സ്മരണ കൊണ്ടും യമങ്ങൾ കൊണ്ടും കാമങ്ങളെ വിട്ടിരിക്കുന്നത് കൊണ്ടും നിയമങ്ങൾ കൊണ്ടും നിന്നയില്ലാതിരിക്കുന്നത് കൊണ്ടും നിന്ദാവാക്കുകൾ ഉച്ചരിക്കരുത്, സങ്കല്പത്തിൽ വരരുത്, ചെയ്യരുത്. കർമ്മങ്ങളെ വർജിക്കുന്നത് കൊണ്ടും ദ്വന്ദ്ങ്ങളെ സഹിക്കുന്നത് കൊണ്ടും. അത് ഇനി അടുത്ത ശ്ലോകത്തേക്ക് പോവർത്ഥം. യാതൊരു പ്രാണികളിലും ഉപദ്രവത്തെ ഏൽപ്പിക്കാതിരിക്കുന്ന വ്രതമായ അഹിംസയുടെ അഭ്യാസം കൊണ്ടും എതിർച്ചയാ സിദ്ധിക്കുന്ന അന്നാദികളെ കൊണ്ട് ദേഹധാരണം ചെയ്യുന്നത് കൊണ്ടും ഹിത അഹിതങ്ങളെ അനുസന്ധാനം ചെയ്യുന്നത് കൊണ്ടും ശ്രീ ഭഗവാൻ ചെയ്തിരിക്കുന്ന അപ്രാകൃത പരാക്രമങ്ങളാകുന്ന ഉത്കൃഷ്ട അമൃതത്തെ സ്മരിക്കുന്നത് കൊണ്ടും അനൃത ഭാഷണം, അതായത് ഋതമല്ലാത്തത് എന്നർത്ഥം, കളവെന്നർത്ഥം. അനൃത സംഭാഷണം ശൗര്യം മുതലായ ദോഷങ്ങളെ അകറ്റുന്നത് കൊണ്ടും ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നത് കൊണ്ടും സ്നാനം സന്ധ്യാവന്ദനം മുതലായ നിയമങ്ങളെ കൃത്യസമയത്തിൽ നടത്തുന്നത്, നമ്മുടെ ഇഷ്ടത്തിനല്ല, സമയത്തിൽ നടത്തുന്നത് കൊണ്ടും അന്യദേവതകളെ ഉപാസിക്കുന്നവരെ നിന്ദിക്കാതിരിക്കുന്നത് കൊണ്ടും. ആരെന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ, പറഞ്ഞു കൊടുക്കാം, പക്ഷെ നിന്ദിക്കരുത്. അതാണ് നിന്ദിക്കാതിരിക്കുന്നത് കൊണ്ടും പ്രാരബ്ധത്തെ അനുസരിച്ച് ഫലം ഭഗവാൻ നൽകും എന്നുള്ള വിശ്വാസം നിമിത്തം തൻ്റെ യോഗക്ഷേമത്തെ ഉദ്ദേശിച്ചുള്ള പ്രവൃത്തികളിൽ നിന്ന് വിരമിക്കുന്നത് കൊണ്ടും. നമ്മളൊന്നും ചെയ്യണ്ട, സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. എനിക്കെന്നും എൻ്റേതെന്നുള്ളത് വിചാരം വരരുതെന്നാണ് പറഞ്ഞത്. സുഖദുഃഖാദി ദ്വന്ദ്ങ്ങളെയും ശീതോഷ്ണാദികളെയും സഹിക്കുന്നത് കൊണ്ടും
വൈരാഗ്യവും ഭഗവത് ഭക്തിയും സിദ്ധിക്കുന്ന പറഞ്ഞത്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് സ്മരിക്കുകയും അതോടുകൂടി ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.